അസ്സലാമു അലൈക്കും ഹായ് ഓൾ. ഇന്ന് നമുക്കില്ല ഇവിടെ നോമ്പോറുണ്ട്. നോമ്പോറാന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ രണ്ട് വീട്ടിലെ ആൾക്കാർ ഒരു വീട്ടിൽ നിന്ന് നോമ്പോർക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. തറവാട്ടിലുള്ള ഉമ്മയും അനിയത്തിയും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഹെൽത്തിനുള്ള ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് ഇടത്തി കാര്യങ്ങളെല്ലാം എനിക്ക് ഞാനല്ലേ നമ്മള് പണിയെടുക്കുന്ന എൻ്റെ മോളും നമ്മള് രണ്ടാളും വ്യത്യാസമായിരിക്കും. നീ എപ്പം പറയുന്നത് നീ തന്നെയാണ് പണിയെടുക്കുന്നത്. നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം പണി തന്നെയാണ്, പണി നമ്മളൊക്കെ ഉള്ള പണി തയ്ച്ച് നമ്മൾ നല്ലതിലുള്ള ഉള്ളി മുറിച്ച് അത് ദിവസം എൻ്റെ പണി അത് തന്നെയാണ്. ഉള്ളി മുറിച്ചിടല്, വെളുത്തുള്ളി തോല് ഒളിക്കല്, ഇതെല്ലാം എൻ്റെ പണിയാ. എന്താ ഇത്ര സമയം കിച്ചല്ലേ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്, വെലിങ്ങിനൊന്നും പോരാ, ചെറുങ്ങനെ കട്ട് ചെയ്ത് കുനുകുന. വെളുത്തുള്ളി അത് പോരാ, കുറച്ചുകൂടി വേണേ, കുറച്ചുകൂടി. അല്ല, വെളുത്തുള്ളിയാ മുറിച്ചിട്ടില്ല, അതിന് കുഴപ്പമൊന്നുമില്ല. വെളുത്തുള്ളി കറിക്കാനുള്ള ടേസ്റ്റ് ഉള്ള സംഭവം. വെളുത്തുള്ളി എത്രയാണ് അതില്ല, ഞാൻ ഉണ്ടാക്കുമില്ല, കുറച്ചേ വെളുത്തുള്ളി ഇടുള്ളൂ. അതുകൊണ്ടാണ് വന്നിരുന്നിട്ട് കുറേ തൊലി ഒളിച്ചിടുന്നത്. കുറച്ചൊന്നും ഇട്ടാൽ പോരാ. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്, ഞാൻ കുറച്ചേ ഇടുള്ളൂ എല്ലാത്തിനും. എന്ത് നല്ല നൈസായിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ട് വെളുത്തുള്ളി. ഉള്ളിയാ എന്ത് നൈസായിട്ടൊന്നുമല്ല ഉള്ള. ഓക്കെ, കേൾക്കുന്ന വേണ്ടേ? പൊടി വെച്ചേരാ. പൊടി ഇപ്പൊ ചെയ്യാണ്ടിരിക്കാൻ പറ്റൂലല്ലോ, വീട്ടിലുള്ള ഞാൻ ഇപ്പൊ തിന്നണ്ടേ. എന്തെങ്കിലും നോമ്പൊറുക്കുമ്പോഴത്തെ കിട്ടണമെങ്കിൽ ഞാൻ ചെയ്തല്ലേ പറ്റുള്ളൂ. എൻ്റെ പൊടി വെക്കലും കഴിഞ്ഞിട്ട് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് മക്രോണി പോള ആയിട്ടില്ല കേട്ടോ. മക്രോണി പോള ആയിട്ടില്ല, കട്ട്ലേറ്റ് അപ്പോൾ ചെയ്യാക്കുന്നുണ്ട്. പിന്നെ മക്രോണി പോള മസാലൻ്റെ ഉള്ളി കട്ട് ചെയ്യുന്നുണ്ട്. ഈ വെളുത്തുള്ളി എന്താ ചെയ്യേണ്ടത് ഇപ്പൊ ഇനി പറഞ്ഞേ? വെളുത്തുള്ളി തോലി ഒഴിച്ച് വെക്ക്, ബാക്കിയും ചെയ്തോളും. റെഡിയാകുന്നുണ്ട്. കൊഞ്ചം ചോറാട്ടോ, കട്ട്ലേറ്റ്, കൊഞ്ചം ചോറ്, മക്രോണി പോള, പത്തിരി, മീൻകറി, ചപ്പാത്തി, ഹമ്മൂസ്, ചിക്കൻ ഫ്രൈ. അപ്പോൾ ഹമ്മൂസിൻ്റെ കടലൊക്കെ ഇതാ വേവുന്നുണ്ട്. മീൻകറി ആയി കേട്ടോ, മീൻകറി ആയി. പിന്നെന്താ, വേഗം നരഞ്ഞിട്ടെല്ലാം കഴിഞ്ഞു. പത്തിരിൻ്റെ അരിപ്പൊടി പൊരിച്ച് വെച്ചിട്ട് കൊഞ്ചന് പൊരിച്ച് വെച്ച് ചിക്കൻ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്, ഫ്രൈ ആക്കിയിട്ടില്ല. പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യൽ, ജ്യൂസ് അടിക്കൽ, ഇതെല്ലാം എൻ്റെ പണി തന്നെ. പിന്നെ എന്താണ് അങ്ങനത്തെ പണിയെല്ലാം ഉണ്ട്. ഇനിയുണ്ട് ആ പണിയുണ്ട്, അത് ഇനി എടുക്കൂല. എന്ത് എനിക്ക് എന്തെങ്കിലും പണി? ചപ്പാത്തി, പത്തിരി, അമ്മൂസ്, ചിക്കൻ ഫ്രൈ, കൊഞ്ചൻ ചോറ്. ചോദിക്കട്ടെ, അപ്പൊ ഉള്ള പണി വെച്ചു നമ്മളെന്തെങ്കിലും ഇപ്പം പണിയെടുത്ത്? ഞാനിപ്പോ കട്ട്ലേറ്റിന്റെ പണിയെടുത്ത് ഞാൻ തരാം ചെയ്തോളൂ. ആകെ ഒരു ഉള്ളി രണ്ടിതാ നോക്കിയട്ടെ. ആ ഉള്ളി ആ തൊലിയും വെളുത്തുള്ളി തൊലി കഴിഞ്ഞാൽ പറയുന്നത് നമ്മളെ നിരത്താക്കില്ലേ വെളിച്ചെണ്ണ ശ്രദ്ധിച്ചിട്ട് ചെയ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കട്ട്ലേറ്റ് ഷേപ്പ് ആക്കുന്നുണ്ട്. ആ സലാഡിൻ്റെ കൂടി മുറിച്ചിട്ട് തന്ന പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വേഗം കുക്ക് ചെയ്യട്ടെ. സലാഡിന്റെ കൂടെ ഞാൻ കട്ട് ചെയ്യണല്ലേ? വെളുത്തുള്ളി എന്തിനാ പൊളിച്ചേ? ഹമ്മൂസിന്. പിന്നെ അതിൽ ഉള്ളിൽ തന്നെ കുറച്ചൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടെ. എന്തിനാ? മസാലക്ക്, മക്രോണി പോളൻ്റെ എന്തെങ്കിലും ചെറിയ കഷ്ണമായിട്ടാ. കുനുകുന. ഈ കുനുകുനിയാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നത്. ബാക്കി ഓക്കെ ഇല്ല, അതെ ഈ കുനുകുന പിടിക്കുന്നില്ല. ഒരു റെസിപ്പി നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തോ? അങ്ങനെ ചെയ്യുന്ന ചാലഞ്ച് ഏറ്റെടുക്കുന്ന മക്രോണി പോളൻ്റെ സെപ്പറേറ്റ് ചെയ്തുണ്ടാക്കാനാ? ഒറ്റക്ക് ഞാനൊന്നും ഹെൽപ്പ് ചെയ്യൂലേ. നിങ്ങൾ ഒറ്റക്ക് അതിന്റെ മസാല ഉണ്ടാക്കുക, എന്നിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. അത് എന്റെ പേരിലായി. അത് വേണ്ട, ഇനി തന്നെ ഉണ്ടായിക്കോ. ഞാൻ ഇതിന്റെ ടേസ്റ്റ് കൂടിക്കോ. ഞാനത് ഇതാക്കുന്നുണ്ടല്ലോ, വീഡിയോ എടുക്കുക. പിന്നെ എന്റെ പേരെന്തിനാ? അത് നീ തന്നെ ഉണ്ടാക്കിക്കോ. നമ്മള് പലതും ചെയ്യും. സത്യം പറഞ്ഞ ഇവർക്ക് ചായ ഉണ്ടാക്കാൻ പോലും അറിയില്ല കേട്ടോ. കട്ടൻ ചായ ഉണ്ടാക്കാൻ അറിയില്ല, പാൽച്ചായ ഉണ്ടാക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ ഇല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നല്ലേ നമ്മൾ സമയം പോകുന്ന അറിയില്ല കേട്ടോ. ഞാൻ പത്തിരീൻ്റെ പൊടി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പത്തിരി എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് ഞാൻ കുറേ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങളടുത്ത്, പച്ചരി വറുത്ത് പൊടിപ്പിച്ചത്. ആ ഒരു പൊടി വെച്ചിട്ടാട്ടോ വാട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. എന്തൊരു ടേസ്റ്റാണെന്നറിയാം ഈ ഒരു വാട്ടിപ്പത്തിരി. സാധാരണ നമ്മൾ നോർമൽ നമ്മളിപ്പോൾ പച്ചരി കൊണ്ടല്ലാണ്ട് സാധാരണ നമ്മൾ ചോറിൻ്റെ അരി കൊണ്ട് പത്തിരി ഇടുന്നുണ്ട്. ആ ഒരു പത്തിരിനാക്കട്ടെ എനിക്കിപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടത് ഈ ഒരു വറുത്ത പച്ചരി വെച്ചിട്ടുള്ള ഈ ഒരു പത്തിരിയാണ്. നമ്മൾ പണ്ടെല്ലാം ചുടലുണ്ട്. എൻ്റെ ഉമ്മയെല്ലാം അരി അരച്ച് പത്തിരി വാട്ടിയെടുത്തിട്ട് കല്ലിലിട്ടിട്ട് ഇലയിലിട്ട് വാട്ടിയെടുത്തിട്ട് ചൂടുന്നൊരു പത്തിരി ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റിൻ്റെ അടുത്തെത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോമ്പോറൊക്കെ എപ്പോഴും ഒരു ചോറ് ഐറ്റംസ് ഉണ്ടാവുമല്ലോ, എന്നാൽ നമുക്ക് കുറേ ചുട്ടെടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ അനിയത്തി വന്നേരം എൻ്റെ കംപ്ലീറ്റ് മെനു വെട്ടി കുറച്ചിട്ടുണ്ട്. ഓൾ പറഞ്ഞ് എനിക്ക് കുറേ ഐറ്റംസ് ഉണ്ടാക്കിയാലേ സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ അതൊന്നും വേണ്ട, നോമ്പോർന്ന് ആർക്കും അത്രയൊന്നും കഴിക്കാൻ പറ്റില്ല.
അതുകൊണ്ട് എല്ലാം കുറച്ച് കുറച്ച് മതി എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിൻ്റെ അളവും കുറച്ച് സാധനങ്ങളെ ഐറ്റംസും കുറച്ച് കളഞ്ഞ് ഒക്കെ കുറച്ച് അവൾ പറഞ്ഞ് ഒന്നും കഴിക്കൂല അവളെ മക്കളെന്ന് പറഞ്ഞിട്ട് ഞാൻ മുട്ടപ്പോളയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഒന്നിനും സമ്മതിച്ചില്ല, എല്ലാം അവളെടുത്ത് തിരിച്ച് വെച്ച്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് പോയ ഐറ്റംസ് ഉണ്ടല്ലോ, മക്രോണി പോളിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കിയത് കൊണ്ടും കട്ട്ലേറ്റ് പിന്നെ റോളാക്കിയത് കൊണ്ടും അത് മാത്രം നമ്മൾ ചായക്കടി ഉണ്ടാക്കിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം അവൾ തിരിച്ച് എന്നെക്കൊണ്ട് സാധനങ്ങളൊക്കെ മാറ്റി വെപ്പിച്ച്. ഒന്നിക്കുണ്ടെങ്കിൽ പിന്നെ എന്നെക്കൊണ്ട് അവർ പറയുന്നൊരു കാര്യം അത്, ഒന്നിക്കിടെ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്താന്ന്. കാരണം എന്തുണ്ടാക്കിയാലും എനിക്കൊരു ആൾക്കാരൊക്കെ വരുമ്പോൾ ഒരു ബേജാറ്, അത്ര ഉണ്ടാക്കിയാലും തികയൂലേ, ഇത് മതിയോ, പിന്നെ കുറച്ചും കൂടി എന്നോട് ഉണ്ടാക്കി പോയി. ഞാൻ അങ്ങനെയാണ്. ഇപ്പോൾ പിന്നെ കുറേ അളവും കാര്യങ്ങളൊക്കെ കറക്റ്റാക്കി കിട്ടിയ. പണ്ടെല്ലാണെങ്കിൽ ഞാൻ വാരി വലിച്ചുണ്ടാക്കി, ഒരു ചോറ് വെച്ചാൽ 3 ദിവസം ഉണ്ടാവും അതിങ്ങനെ ചൂടാക്കി തിന്നാനായിട്ട്. ഇപ്പം എനിക്ക് പേടിയാണ്, അതുകൊണ്ട് അളവ് എൻ്റെ ഇപ്പോൾ വളരെ കുറവാണ്. അതിലും അളവ് കുറച്ചിട്ട് ഇപ്പോൾ അനിയത്തി ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം അവൾ അളവെല്ലാം കറക്റ്റായിരിക്കും. ചോറൊക്കെ വെച്ചാൽ എന്നെപ്പോലെ കുറേ ദിവസം ഫ്രിഡ്ജിൽ കയറ്റി വെക്കാനൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു മക്രോണി പോള, ഞാൻ 2 മക്രോണി പോള പ്ലാൻ ചെയ്താട്ടാ. അപ്പോൾ അവൾ ഒന്നാക്കിച്ച് ഒന്നേ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞ് കട്ട്ലേറ്റും അത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ മക്കൾക്ക് എന്തെങ്കിലും വേണേനോ കുറച്ചും കൂടി. കുട്ടികളെന്ന് പറയുമ്പോൾ അങ്ങനെയാണ് എനിക്ക്. അവർ എൻ്റെ അടുത്ത് വരുമ്പോൾ, ഏത് മക്കളും എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് എത്ര ഉണ്ടാക്കി കൊടുത്താലും പോരാ എന്നുള്ള ആ ഒരു തോട്ട് വരും കേട്ടോ. നോമ്പ് തുറൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ സമയത്ത് ഫുഡ് കഴിക്കണം എന്നുള്ളതാണ്. സാധാരണ നമ്മൾ സൽക്കാരം എന്നെല്ലാം പറയുമ്പോൾ ഇപ്പോൾ ആദ്യം കുറച്ച് ആൾക്കാർക്ക് കഴിച്ച് രണ്ടാമത്തെ ട്രിപ്പ് 3ാമത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ഇരിക്കാമല്ലോ. പക്ഷേ നോമ്പ് തുറക്കുന്ന ആ ഒരു ടൈമിൽ കറക്റ്റ് A to Z കാര്യങ്ങൾ സെറ്റാക്കി എല്ലാവരും ഒരുമിച്ചിരുന്ന് ആ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കണ്ടേ. പക്ഷേ അതൊരു പ്രത്യേക ഫീൽ അല്ല. എത്ര നമ്മൾ സെറ്റ് ആവില്ല എന്ന് വിചാരിച്ചാൽ ആ ബാങ്ക് കൊടുക്കുന്ന സമയത്തേക്ക് എങ്ങനെയെങ്കിലും ടേബിൾ മേൽ കാര്യങ്ങൾ റെഡിയായി കിട്ടിക്കോളൂ. അതൊരു പ്രത്യേക ഒരു പവറാണ് നോമ്പിൻ്റെ തന്നെ. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാട്ടോ. അല്ലാണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പറ്റൂല എന്നേ സാധാരണ സമയത്ത്, പക്ഷേ നോമ്പിൻ്റെ സമയത്ത് അതങ്ങ് റെഡി ആയിക്കോളൂ. അങ്ങനെ പിന്നെ പാത്രം കഴുകൽ കുട്ടികൾ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് എൻ്റെ മക്കൾക്ക് പുറത്തുനിന്ന് ഒരാൾ വന്നിക്കെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ആക്റ്റീവായിരിക്കും കേട്ടോ. സാധാരണ സമയം പോലെയല്ല. ഇനിയിപ്പോൾ നോമ്പല്ലെങ്കിലും ആരെങ്കിലും എനിക്ക് ഗസ്റ്റൊക്കെ വന്നാൽ അവർ ഫുള്ളായിട്ട് എന്നെ അങ്ങ് സഹായിച്ച് ഹെൽപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും കാര്യങ്ങളൊക്കെ വന്നാലാണ് നല്ലതെന്നുള്ള. കാരണം ഈ ഫോണിൻ്റെ ഉപയോഗമൊക്കെ കുറഞ്ഞ് അവർ കിച്ചണിൽ തന്നെ ആക്റ്റീവായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഫുൾ ടൈം ഫോണും കൊണ്ട് അങ്ങ് മാറി നിൽക്കുമല്ലോ. ഇപ്പോഴത്തെ ഒരു കാര്യം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയണ്ടല്ലോ. ഇവിടെ ഒരാളാണ് ബാങ്കിനെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ടയേർഡായിട്ടുണ്ടോളൂ. ഇപ്പോൾ ഹോസ്റ്റലിൽ പോകാൻ തുടങ്ങിയേരെ നോമ്പ് തുറയെല്ലാം ഭയങ്കര ഒരു അവൾക്ക് മനസ്സിലായി ആ ഒരു വാല്യൂ എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് നമ്മളെ മക്കളില്ലേ, നമ്മളടുത്ത് നിന്ന് വിട്ടു നിൽക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ വില മനസ്സിലാക്കാനും നമ്മുടെ വില മനസ്സിലാക്കാനും ഒക്കെ ഒരു പരിധി വരെ സഹായിക്കും കേട്ടോ. ഇപ്പോഴാണ് ശരിക്കും അവൾ വീടിനെ സ്നേഹിക്കാൻ തുടങ്ങിയത്. നമ്മളെയൊക്കെ എനിക്ക് തോന്നുന്നു പഴയതിലും ഒത്തിരി കൂടുതലായിട്ട് ഇപ്പോൾ അവൾ എന്നെയും ഈ ഒരു വീടിനെയും ഒക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഉമ്മത്തോളം കഷ്ടപ്പെടുന്നുണ്ട് കിച്ചണിൽ നിന്നും ഒക്കെ. ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് മക്കൾക്ക് പ്രത്യേകിച്ച് ഒന്ന് വിട്ടു നിൽക്കുന്നത് നല്ലതാണ്. കുട്ടികൾ എന്തുകൊണ്ടും എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റ്. നമ്മൾ ബേജാറുകൊണ്ട് നമ്മളിങ്ങനെ അവരെ കുടക്കീഴിൽ തന്നെ ഇങ്ങനെ പിടിച്ച് നിർത്തുമല്ലോ. നമ്മുടെ ടെൻഷൻ, എനിക്ക് ഹോസ്റ്റലിൽ പോകുന്ന ഭയങ്കര ടെൻഷനാണ്. പക്ഷേങ്കിൽ ഇതൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ മോൾക്ക് വന്നിട്ടുണ്ട് ഹോസ്റ്റൽ ലൈഫിലേക്ക് മാറിയതിന് ശേഷം. ഇപ്പം പോകാനൊക്കെ ഭയങ്കര മടിയാണ്. കാരണം ഫുഡ് തന്നെ മെയിനായിട്ട് എന്നോട് പറയൂ, ഉമ്മാൻ്റെ നമ്മളെ ഫുഡ് നമ്മളിപ്പോൾ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അവിടെ എത്രയോ 100-250 പേർക്ക് ഉണ്ടാക്കുന്ന ഫുഡും നമ്മളിപ്പോൾ 3-4 പേർക്ക് ഉണ്ടാക്കുന്ന ഫുഡും അതിനൊരു ഡിഫറൻസ് എന്തായാലും ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ എത്ര നല്ലോണം കുക്ക് ചെയ്യാത്ത ആൾക്കാരായെങ്കിൽ പോലും നമ്മൾ കുറച്ച് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കുമ്പോൾ അത് വേറെ തന്നെ ടേസ്റ്റാണ്. അവർക്ക് അത്രയും ഹെവി മസാലയൊന്നും ഇടാണ്ട് ഇത്രയും ആൾക്കാർക്ക് ഗ്രേവിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വരണ്ടേ. അങ്ങനെ ഓരോ കാര്യങ്ങളും അവർ ടേബിൾ മേലേക്ക് സെറ്റാക്കി കൊണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോമ്പ് തുറാന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് നമ്മളെ വീട്ടിൽ കൂടിയ സമയത്തൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലീനെ ഒരു ദിവസം നോമ്പ് ഓർപ്പിച്ച്, എൻ്റെ ഫാമിലീനെ ഒരു ദിവസം നോമ്പ് ഓർപ്പിച്ച് അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചൂട് ഒക്കെ കാരണം എനിക്കൊന്നിനും പറ്റുന്നില്ല കേട്ടോ. നോമ്പോറൊന്നും അങ്ങനെ വലുതായിട്ട് ഗ്രാൻഡായിട്ടൊന്നും കഴിക്കാനുള്ള പിന്നെന്താണ് അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ ആഗ്രഹം ഇല്ല എന്നല്ല, ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എല്ലാവരും വരാൻ നോമ്പ് ഓർപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ എല്ലാം കൂടി മാനേജ് ചെയ്യാൻ ചൂട് കാരണം പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും അവരവരെ വീട്ടിൽ നിന്ന് നോമ്പ് ഓർക്കാൻ തന്നെയാണ് ഇഷ്ടം. പക്ഷേ നോമ്പ് ഓർപ്പിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ മഹത്വങ്ങൾ വേറെ ഉണ്ട്. ഇവിടെ ഒരാൾ ആ ഒരു ഉള്ളിയും ഇത്തിരി വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് കറങ്ങുന്ന കറക്കാട്ട പിന്നെ ചെപ്പ് വന്നുകൊണ്ട് തന്നെ പിന്നെ കാര്യങ്ങളൊക്കെ അവൾ നോക്കിയോണ്ട് ഇവർ ഭയങ്കര ഇനായും പിന്നെ എൻ്റെ ഈ ഒരാളും. പക്ഷേങ്കിൽ ഇവർക്ക് ഇങ്ങനെ കുട്ടികളെ വെറുതെ ഇട്ട് വട്ട് കളിപ്പിക്കാൻ കൂടുതലായിട്ട് ഇഷ്ടം. ഞങ്ങൾക്കങ്ങനെ കുട്ടികളെ വട്ട് കളിപ്പിക്കാനൊന്നും അറിയില്ല.
അതുകൊണ്ട് തന്നെ പക്ഷേ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. ഭയങ്കര ഓവറായിട്ട് പയരം കളിപ്പിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. എൻ്റെ മക്കളെ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ. അപ്പോൾ ഇത് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് നമ്മളെല്ലാ കാര്യങ്ങളും ടേബിളിലേക്ക് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈസി മെനു ആട്ടോ സെലക്ട് ചെയ്തത്. കൊഞ്ചം ചോറ്, ചപ്പാത്തി, പത്തിരി, മീൻകറി, ഹമ്മൂസാമോ. ഞാൻ പ്രത്യേകം പറയാൻ കാരണം വെച്ചാൽ ഹമ്മൂസിന് എനിക്കിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോമ്പായ ചിക്കൻ കറിയാക്കിയ ബാക്കി, ബീഫ് കറിയാക്കിയ ബാക്കി, അത് പിറ്റേ ദിവസത്തേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം. അത് വല്ലാത്തൊരു ബേജാറുള്ള കാര്യം. അതുകൊണ്ട് ഹമ്മൂസാമും കൂടുതലെല്ലാം കഴിച്ചോളൂ. അത്യാവശ്യം ചിക്കൻ ഞാൻ മാഗ്നേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ ആവശ്യാനുസരണം പൊരിക്കാം. ഇനിയിപ്പോൾ ചിക്കൻ പെട്ടെന്ന് കഴിഞ്ഞ് പോയാലും ഫ്രിഡ്ജിലുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഫ്രൈ ചെയ്ത് കൊടുത്താൽ ഈ ഹമ്മൂസ് ഉണ്ടാകുമ്പോൾ കാര്യം കഴിഞ്ഞ്. അപ്പോൾ അതെനിക്കൊരു ബെറ്റർ ഓപ്ഷനായിട്ട് തോന്നിയിട്ടുണ്ട്. കുറേ ഉള്ളി വഴറ്റണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇവിടെ എല്ലാവർക്കും ഹമ്മൂസ് ഇഷ്ടം, പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. ഇവിടെ ഉപ്പ മുതൽ കുട്ടികൾ വരെ ഇഷ്ടമാണ്. അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ നമ്മളെ ഉമ്മ ചിക്കൻ കൂട്ടില്ല, ഹമ്മൂസ് കൂട്ടും. പക്ഷേ ഉമ്മ ചിക്കൻ കഴിക്കാത്തതുകൊണ്ട് ഞാൻ ഉമ്മക്ക് പിന്നെ അതാണ് മീൻകറി ഉണ്ടാക്കിയത്. മീൻകറിയും പത്തിരി അടിപൊളി കോമ്പിനേഷനാട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സെറ്റാക്കി ഇരുന്ന് ബാങ്കിനെ വെയിറ്റ് ചെയ്ത്. ഞാൻ പറഞ്ഞല്ലോ ഈ നോമ്പിൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്കിങ്ങനെ ടേബിളിലെല്ലാം സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റാന്നുള്ളത്. നിങ്ങൾ വേറൊരു സമയത്തേക്ക് നോക്കിയാട്ടെ. ഇനി എത്ര നമ്മൾ സെറ്റാക്കിയാലും ആ ഒരു സമയത്ത് ഗസ്റ്റ് വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കോ, എന്തെങ്കിലും ഒന്ന് മിസ്റ്റേക്ക് ഉണ്ടാവും, നമ്മൾക്ക് എത്തിക്കുണ്ടാവില്ല. ടേബിൾ വീണ്ടും പോകണം, സെറ്റാക്കണം, അങ്ങനെ നമുക്ക് എന്തായാലും ഉണ്ടാവും. പക്ഷേ നോമ്പിന് അതും ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതെങ്ങനെയെങ്കിലുമൊക്കെ ആവും. എത്ര നമ്മൾ വയ്യാന്ന് വിചാരിച്ചാലും കയ്യിലാന്ന് വിചാരിച്ചാലും നമ്മളെ കൊണ്ട് ഒന്നും ആവില്ലാന്ന് വിചാരിച്ചാലും എങ്ങനെയെങ്കിലും ഒരു സ്നാക്സ് ഐറ്റംസും നാസ്ത ഐറ്റംസും ചോറ് ഐറ്റംസും ഒക്കെ അങ്ങ് ടേബിളങ്ങ് റെഡിയായി കിട്ടട്ടെ. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ അടിപൊളിയായിട്ട് നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞ് ഓരോരുത്തരോരുത്തർ നിസ്കരിച്ച് മാരിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മളെല്ലാം അങ്ങ് ടേബിളിൽ അങ്ങ് സെറ്റാക്കി വെക്കും. സ്നാക്സും ഫ്രൂട്ട്സും ജ്യൂസും അത് കഴിച്ചാൽ പിന്നെ ഇല്ലേ ഇവിടുത്തെ കുട്ടികളെ കാര്യമെല്ലാം കഷ്ടമാണ് വീണ്ടും ഫുഡ് കഴിക്കാനായിട്ട്. അവർ പെട്ടെന്നൊന്നും കഴിച്ച് കിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ കിച്ചണിൽ ടേബിളിൽ എല്ലാം സെറ്റാക്കി വെക്കും. ആർക്കാണോ വേണ്ടത് അവർ ഓരോരുത്തർ വന്നു തന്നു. ഇപ്പോൾ ഉപ്പയും പിന്നെ ഷൗക്കും എല്ലാം അവർ തറാവിക്ക് പോകുന്നതിൻ്റെ സമയത്ത് പിന്നെ ഫുഡ് കഴിച്ച് അങ്ങ് തറാവി നിസ്കാരത്തിന് അങ്ങ് പോകും. പിന്നെ വന്നിട്ട് ഫുഡ് എൻ്റെ ഹസ്ബൻഡ് കഴിക്കൂല, പക്ഷെ ഉപ്പയൊക്കെ വന്നിട്ട് ചോറ് തിന്നു. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതികളാണ്. അപ്പോൾ കിച്ചണിൽ ഫുഡ് ഉണ്ടാവും, ആർക്ക് എന്താ വേണ്ട അവരങ്ങ് കഴിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഹസ്ബൻഡിനാണെങ്കിൽ ഞാൻ പോയി വിളമ്പി കൊടുക്കും, ഉപ്പക്കാണെങ്കിൽ ഉമ്മ പോയി വിളമ്പി കൊടുക്കും, അങ്ങനെ. അപ്പോൾ പിന്നെ തറാവി നിസ്കാരം ത്തിൻ്റെ സമയമായി. അവരൊക്കെ പള്ളിയിൽ പോയി, ഞങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും അങ്ങനെ നിസ്കരിച്ച്. അപ്പോൾ ഇതെല്ലാം എന്താ പറയുക, ഇതൊക്കെ മിസ് ചെയ്യും കേട്ടോ. നോമ്പ് കഴിഞ്ഞാൽ നോമ്പ് വരെ എല്ലാവർക്കും നല്ല ഉഷാറായിരിക്കും. നോമ്പ് കഴിഞ്ഞാൽ എല്ലാവരും സൈഡാവും. അതങ്ങനെയാണ്. നോമ്പ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് എല്ലാത്തിനും മടിയായിരിക്കും. നോമ്പിനുള്ള ആക്റ്റീവ് നോമ്പ് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവില്ല. അങ്ങനെ ഈ മാസത്തിന് പറഞ്ഞാൽ തീരാത്ത പ്രത്യേകത. എനിക്ക് ടെൻഷനായി. ഈ മാസം കഴിയുമ്പോൾ നല്ല സുഖമല്ലേ. രാവിലെ കുറച്ച് ജോലി കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ സമയം റെസ്റ്റ് എടുക്കാനുണ്ടാവും. അത് കഴിഞ്ഞ് വൈകുന്നേരം കിച്ചണിൽ ഇറങ്ങിയിട്ട് കുക്ക് ചെയ്താൽ മതി. നോമ്പ് കഴിഞ്ഞാൽ രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരം, രാത്രി 4 നേരം നമ്മൾ മെനക്കെട്ടിടണമല്ലോ. അപ്പോൾ പിന്നെ പിറ്റേന്ന് കാലത്താണിത്. മോള് കോളേജിലേക്ക് പോകാൻ രാവിലെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മാക്സിമം ഷൗക്ക് പിടിച്ചു വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് പോകാൻ എത്ര ലീവ് എടുക്കാനാണ്? പെരുന്നാൾക്ക് ഇനിയും കുറേ ദിവസമില്ലേ. എനിക്കാണ് ഇപ്പോൾ 25,000 രൂപ ഫൈനാണ് എക്സാമിന് ഇരുത്തണമെങ്കിൽ, പിന്നെ അറ്റൻഡൻസ് ഷോർട്ടായാൽ. അതുകൊണ്ട് ഞാൻ വേഗം വിട്ട മോളെ, വെറുതെ നമ്മളിതിനെ ഫൈൻ അടക്കേണ്ട ആവശ്യമില്ലല്ലോ. അവൾക്കും ചെറിയ മടിയുണ്ട്, പപ്പാക്കാണ് അതിലേറെ മടി. അവൾക്ക് അവിടെ ഭക്ഷണം ശരിയില്ലാത്തതുകൊണ്ട് നോമ്പായതുകൊണ്ട് എൻ്റെ മോള് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നോമ്പ് ഓർക്കുന്ന സമയത്തൊക്കെ അവൾക്കൊന്നും കിട്ടാണ്ട് നമ്മളിവിടുന്ന് ഫുഡ് കഴിക്കുമ്പോൾ. എനിക്കിപ്പോൾ അത് സെറ്റായി. ആദ്യം എനിക്കും ഉണ്ടായിരുന്നു ആ ഒരു പ്രശ്നമെല്ലാം. പക്ഷേ എങ്കിൽ കുട്ടികളെ ഭാവിയല്ലേ വലുത് നമുക്ക്. അവർ പഠിക്കട്ടെ, ഉഷാറാവട്ടെ, പഠിച്ച് സെറ്റാവട്ടെ. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്താ 2 പേർക്ക് ജോലി ഇല്ലാണ്ട് ശരിയാവില്ല കേട്ടോ. ഞാൻ തന്നെ ഇപ്പോൾ എനിക്കൊരു വരുമാനം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട് ഇങ്ങനെ പോകുന്നത്. അതേപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമല്ലോ. എന്തെങ്കിലും വെറുതെ ഇരിക്കുന്ന സമയം കൊണ്ട് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ, സ്റ്റിച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒന്നും ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ, ഇനി അതല്ല ഇവർക്കൊക്കെ പഠിച്ചൊരു തൊഴിലില്ലാണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. അതുകൊണ്ട് മാക്സിമം നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് ജോലി കിട്ടുന്ന ആ ഒരു സൈഡിലേക്ക് കുട്ടികളെ പഠിപ്പിക്കലായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അങ്ങനെ അവൾ പോയതിന് ശേഷം വീട് മൊത്തം ക്ലീൻ ചെയ്ത് ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കേട്ടോ. ഞാൻ രാവിലെ അത്താഴം കഴിച്ചതിന് ശേഷം പിന്നെ കിടന്നിട്ടില്ല. ഇനിയിപ്പോൾ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്തൊരു സമാധാനം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, രാവിലെ നോമ്പായപ്പോൾ കുറച്ച് സമാധാനം കൂടുതലാണ്. രാവിലെ അത്ര തിരക്കില്ലല്ലോ നമുക്ക്, സ്കൂള് ലഞ്ച് കൊടുക്കണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.